ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ ഏതൊരു പ്രശ്നത്തിനും ഏതൊരു ആഗ്രഹത്തിനും വെറും 48 മണിക്കൂർ കൊണ്ട് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നമ്പർ വെച്ചിട്ടുള്ളൊരു പരിഹാരം നോക്കാം. ഇതിന് വന്നിട്ട് നോ റൂൾസാണ്, അതായത് റൂൾസൊന്നും ഇല്ല. ഇതിന് യാതൊന്നും നോക്കേണ്ട കാര്യമില്ല. കുളിക്കണ്ട, പൂജ കഴിക്കണ്ട, വിളക്ക് കൊളുത്തണ്ട, നോൺ വെജ് കഴിക്കാം, യാതൊന്നും നോക്കണ്ട, ഒന്നുമില്ല. ഇതിലൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ മനസ്സ് മാത്രം ഒരു 10 മിനിറ്റ് നമ്മൾ എഴുതുന്ന കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ചെയ്താൽ മാത്രമാണ് ഇതിന് റിസൾട്ട് കിട്ടുകയുള്ളൂ. മറ്റ് ദിവസങ്ങളിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു A4 ഷീറ്റിൻ്റെ ഒരു 2-3 പേപ്പർ എടുക്കുക. അല്ല 2 പേപ്പറിൻ്റെ ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ബുക്ക് എടുക്കുക. കാരണം ഒരു ബുക്ക് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം നമ്മളിപ്പോൾ ഒരു ബുക്ക് എടുത്തു, നമ്മുടെ ഒരു ആഗ്രഹം എഴുതി, അത് നടന്നു. അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അടുത്ത ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ആ സെയിം നമ്പർ സെയിം ബുക്കും തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ബുക്ക് എടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. ഇത് നിങ്ങൾ ഇപ്പോൾ ഇന്ന് കാണുക വെച്ചാൽ ഇന്ന് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ബുക്ക് ഉണ്ടെങ്കിൽ അല്ല ഒരു പേപ്പർ ഉണ്ടെങ്കിൽ ഇന്ന് ചെയ്യാം. ഇല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ചെയ്യാം. ഏത് വെള്ളിയാഴ്ച വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ളത് ഒരു ചുമന്ന കളറ് അല്ലെങ്കിൽ ഒരു നീല കളറ് ഇങ്കുള്ള പെന്നാണ്. പിന്നെ വേണ്ടത് നമ്മുടെ കല്ലുപ്പാണ്. ഇപ്പോൾ കല്ലുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുപ്പ് മാത്രം നിർബന്ധമില്ല, പൊടിയുപ്പായാലും മതി. കാരണം നമുക്കിത് ചെറിയൊരു പ്രൊസീജിയർ ചെയ്യണം. അപ്പോൾ പൊടിയുപ്പായിരിക്കും കുറച്ചും കൂടി അത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റണതെന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അതിൽ. അപ്പോൾ അത് എടുക്കുക. പിന്നെ വേണ്ടത് നമുക്കൊരു നമ്പറാണ്. അപ്പോൾ ആ നമ്പർ നമ്മൾ ആദ്യം നമുക്ക് എത്ര കാര്യങ്ങളാണ് സാധിച്ചു കിട്ടേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ജോലി ലഭിക്കണം, അല്ലെങ്കിൽ ഒരു വീട് പണി നടക്കണം, ബിസിനസ്സിൽ ഒരു ഉയർച്ച ഉണ്ടാവണം, അങ്ങനെ നമ്മുടെ ഓരോരോ ആഗ്രഹങ്ങൾ. ഒരു 10 ലക്ഷം രൂപ കടമുണ്ട്, അത് തീർക്കണം, അതൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ. അപ്പോൾ അതിങ്ങനെ ആദ്യം ഒരു പേപ്പർ എടുക്കുക. ആ ഒരു പേപ്പറിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നടന്ന് കിട്ടേണ്ടതായിട്ട് കാര്യങ്ങൾ എഴുതുക. ഇപ്പോൾ ഏറ്റവും നമുക്ക് എന്താ പറയുക, അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് മാത്രമായിട്ട് എഴുതുക, അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടൊരു കാര്യം മാത്രമേ എഴുതുക. ഇതിലിപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ പെട്ടെന്ന് തന്നെ സാധിക്കേണ്ടതാണെങ്കിൽ അതൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഇത് ന്യായമായിട്ടുള്ളതാണോ എന്നും കൂടെ ഒന്ന് ഓർക്കുക. അതായത് ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലിരിക്കണ ഒരു വണ്ടി അവർ ഫ്രീ ആയിട്ട് നമുക്ക് കൊണ്ട് തരണം, അങ്ങനെയൊക്കെ ഒരു ചിന്താഗതിയൊക്കെയുള്ള ആൾക്കാരുണ്ട്. അതായത് ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞൊരു കാര്യമാണ്, ഭയങ്കര രസകരമാണിത്. അടുത്തൊരു വീട്ടിലൊരു പുതിയ വണ്ടി എടുത്തു. അപ്പോൾ അവർ കുറച്ച് ദിവസത്തേക്ക് എവിടെയോ ടൂറ് പോകുമ്പോൾ ഈ വണ്ടി ഇവർക്കൊന്ന് ടൂറ് പോകാൻ, അതായത് ഇവർക്ക് നാട്ടിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ, അവർ വേറെ ബുക്കൊക്കെ ചെയ്ത് വിദേശത്തേക്ക് വലിയ ടൂറ് പോവുക. അപ്പോൾ ആ പുതിയ വണ്ടിയൊന്നും ഇവർക്ക് കിട്ടിയിരുന്നെങ്കിൽ അവരായിട്ടിത് നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് എടുത്ത് ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എഴുതാതിരിക്കുക. എന്ന് വെച്ചാൽ അതേപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒന്നും എഴുതാതിരിക്കുക എന്നേ ഉള്ളൂ. ശേഷം ഇങ്ങനെ എഴുതിയതിന് ശേഷം ഒരു പ്രത്യേക നമ്പറുണ്ട്. അപ്പോൾ നമ്പർ എങ്ങനെയാണ് എഴുതേണ്ടത് ചെയ്യുന്നുണ്ടെന്ന് ഞാനതിപ്പോൾ കാണിക്കുന്നുണ്ട്, ഇതിൻ്റെ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ എഴുതിയതിന് ശേഷം ഈ ഉപ്പ് വെച്ചിട്ട്, അതായത് ഉപ്പ് കൊണ്ട് ഭയങ്കര ഗുണങ്ങളുണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ ഒരു യൂട്യൂബ് എടുത്ത് തുറന്ന് നോക്കിയാലും അല്ലെങ്കിൽ നമ്മളൊരു പുസ്തകം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഉപ്പ് കൊണ്ടുള്ള വളരെയധികം പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. ഉപ്പിനെന്ന് പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യാനും ധനത്തിന് ഐശ്വര്യത്തിനെയൊക്കെ നമ്മുടെ അടുത്തേക്ക് ആവാഹിച്ച് കൊണ്ടുവരാനുള്ളൊരു പ്രത്യേക ശേഷിയുണ്ട്. അപ്പോൾ ഈ ഉപ്പ് വെച്ചിട്ട് നമ്മൾ എഴുതിയിരിക്കുന്ന പ്രശ്നങ്ങളുടെ മേലും നമ്പേഴ്സിൻ്റെ മേലും നമ്മളിങ്ങനെ റൗണ്ടായിട്ട് റബ്ബ് ചെയ്യണം. അതായത് 47 പ്രാവശ്യം നമ്മൾ അതിനെ ഇങ്ങനെ ഉഴിയാണ്. പ്രശ്നങ്ങളെ ആവാഹിച്ച് ഇല്ലാണ്ടാക്കുക എന്നുള്ള സങ്കല്പത്തിലാണിത് ചെയ്യുന്നത്. ശേഷം ഈ ഉപ്പ് പേപ്പറിലാണെങ്കിൽ അതേപോലെ തന്നെ പേപ്പറിലേക്ക് വെച്ചിട്ട് 4ആയിട്ട് മടക്കി വെക്കുക. അല്ല ഇനി ബുക്കിലാണെന്നുണ്ടെങ്കിൽ ആ ബുക്ക് നമ്മൾ നോർമലി മടക്കി വെക്കുക. മടക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ, ഇപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച രാത്രി ഉറങ്ങുന്നതിന് മുമ്പാണ് ഇത് എഴുതുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു 7 മണിക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു, ബാക്കി കാര്യങ്ങൾ ചെയ്തു, സിനിമയൊക്കെ കണ്ടു, രാത്രിയാണ് കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളക്ക് കത്തിയിലൊക്കെ കഴിയുന്ന സമയത്ത് തന്നെ ഇത് എഴുതി വെച്ചിട്ട് മറ്റുള്ള ജോലിക്ക് പോവാതെ നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇത് എഴുതി ഉപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് വേണം ഉറങ്ങാൻ പോകാനായിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് മാത്രം ഈ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ ഇത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ എടുത്തിട്ട് നമുക്ക് വേണ്ടാത്തൊരു വേസ്റ്റ് പാത്രത്തിലോ മറ്റോ ഇട്ട് ഇത് അലിയിപ്പിച്ച് നമ്മുടെ സിങ്കിൽ കൂടെ ഒഴുക്കി വിടാം.
ഇനി നമുക്ക് സിങ്കിൽ കൂടെ ഒഴുക്കി വിടാൻ താല്പര്യമില്ല, അടുത്ത് തോടോ പുഴയോ മറ്റോ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആ തോട്ടിൽ കൊണ്ടുപോയിട്ട് ഒഴുക്ക് വെള്ളത്തിൽ ഒഴുക്കി കളയുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്യുക. പിന്നെ ഈ ഒരു നമ്പേഴ്സ് ഒന്നെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എഴുതിയതിന് താഴെയായിട്ട് നമ്പർ നമുക്കൊരു ശകലം ഗ്യാപ്പ് വിട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് താഴേക്ക് എഴുതി. കാരണം A4 ഷീറ്റൊക്കെ ആണെങ്കിൽ താഴേക്ക് എഴുതി പോകാം. ഇല്ല ബുക്കാണെങ്കിൽ നമ്മൾ അടുത്ത പേജിലല്ലേ എഴുതുള്ളൂ. ഇപ്പോൾ അങ്ങനെ ആ പേജിൽ തന്നെ എഴുതാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ 2 പേപ്പർ തമ്മിൽ പിൻ ചെയ്തിട്ട് അടുത്തൊരു പേജിൽ നമുക്ക് അങ്ങനെ എഴുതാവുന്നതാണ്. അതിന് ശേഷം ഈ പേപ്പർ നമ്മൾ എവിടെയെങ്കിലും മറ്റ് ആൾക്കാരൊന്നും എടുത്ത് കളയാത്ത ഒരു സ്ഥലത്ത് ഈ പേപ്പർ സൂക്ഷിച്ച് വെച്ചേക്കുക. പിന്നെ അടുത്ത പ്രാവശ്യം എഴുതുമ്പോൾ അതേപോലെ തന്നെ ആ എഴുതുന്ന പേപ്പർ സൂക്ഷിച്ച് വെച്ചേക്കുക. പിന്നെ അതിൽ നമ്മുടെ ഓരോ ആഗ്രഹങ്ങളായിട്ട് സാധിക്കുമല്ലോ, സാധിച്ചു കഴിയുമ്പോൾ മാത്രം ഈ പേപ്പർ നശിപ്പിച്ച് കളഞ്ഞാൽ മതി. അതുവരെ ആ പേപ്പർ അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ. അതിനെന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പോൾ ഒരു ക്ലിപ്പ്, അതിൽ വീഡിയോ ക്ലിപ്പ് ചേർക്കാം. നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചേക്കുക.